ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ് വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാല്യൂ ഇൻവെസ്റ്റിംഗ് പ്രകാരവും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് പ്രകാരവും നമ്മൾ തന്നെ സ്വയം ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി പെർഫെക്റ്റ് സ്റ്റോക്കിനെ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ വാല്യുവേഷൻ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റേഷ്യോസ് ആയിട്ടുള്ള PE, അതായത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയും പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്ന PB റേഷ്യോയും പറ്റി തന്നെ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായും അത് കണ്ട് മനസ്സിലാക്കുക. ഒരു കമ്പനിയുടെ ഷെയർ അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസിൻ്റെ വാല്യുവേഷൻ മനസ്സിലാക്കാനായിട്ട് അത് റൈറ്റ് ടൈം ആണോ ഇൻവെസ്റ്റ്മെൻറ്റിന്, അണ്ടർ പ്രൈസ്ഡ് ആണോ ഓവർ പ്രൈസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഏറ്റവും അധികം ഉപകരിക്കുന്ന രണ്ട് റേഷ്യോസാണത്. കഴിഞ്ഞ വീഡിയോ സീരീസിൽ നമ്മൾ കമ്പനിയുടെ വാല്യുവേഷൻ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന റേഷ്യോസിനെയാണ് പരിചയപ്പെട്ടത് എങ്കിൽ ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കമ്പനിയുടെ പെർഫോമൻസിനെ എത്തരത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റേഷ്യോസാണ്. ROCE, ROE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട റേഷ്യോസാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ROCE, ROE ഇത് എന്താണെന്നും ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, ഏത് റേഷ്യോ എപ്പോഴൊക്കെയാണ് പരിഗണിക്കേണ്ടതെന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റിങ്ങും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടും സ്വിംഗ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുമുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിനായിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ രൂപീകരിച്ചിട്ടുണ്ട്. ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ആ ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത്തരത്തിൽ മാർക്കറ്റിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കുവാൻ മറക്കണ്ട. അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് രാജേഷ് ബാലചന്ദ്രൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, ഏതൊരു ബിസിനസ്സിനും പൈസ വളരെ അത്യാവശ്യമാണ്. കുറച്ചോ കൂടുതലോ എന്തുമായിക്കോട്ടെ, പൈസ ഇല്ലാതെ ഒരു ബിസിനസ് നടക്കുകയില്ല. അപ്പോൾ മൂലധനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ്. ഇത്തരത്തിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്ത് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്വരൂപിക്കാറുണ്ട്. ഇത്തരത്തിൽ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത് ഒരു പക്ഷേ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൈവശമുള്ള മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് മതിയാകാതെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പക്കൽ നിന്നും കുറച്ച് സഹായമായിട്ട് ഫണ്ട് സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ സഹായമായി സ്വീകരിക്കുന്ന ഫണ്ടിന് നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഓഹരി അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത് നൽകുന്നു. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വരൂപിക്കപ്പെടുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന കമ്പനീൻ്റെ ഓഹരികൾ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഫണ്ടും ഇതിനെയൊക്കെ തന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ മൂലധനം സമാഹരിക്കുന്നതിനായിട്ട് മറ്റൊരു വഴി കൂടിയുണ്ട്, ഡെപ്റ്റ് എന്ന് പറയുന്ന കടം. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് സ്വീകരിച്ചതിന് ശേഷം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ കടത്തിൽ നമ്മൾ ഫണ്ട് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്യുന്നില്ല. അതിന് പകരം കൃത്യമായ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പലിശ നമ്മൾ മാസത്തിലോ വാർഷികമായിട്ടോ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ കടമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം റേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ എക്സാമ്പിളിൻ്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം. നമ്മൾ നമ്മുടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പനി തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം ആ ക്യാപിറ്റൽ മതിയാകാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരു 100 രൂപ കൂടി കടമെടുത്ത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ അത്തരത്തിൽ കടമെടുത്തിരിക്കുന്ന 100 രൂപയ്ക്ക് മാസം നമ്മൾ കൃത്യമായ പലിശ നൽകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ മുൻപ് പറഞ്ഞ പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും മാസം കൃത്യമായി പലിശ കൊടുക്കുന്ന ആ 100 രൂപയ്ക്ക് നമ്മൾ ഡെറ്റ് അല്ലെങ്കിൽ കടമെന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കടവും ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ ആവുന്നത്. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിലെ ROCE എന്ന് പറയുന്നതിൽ CE എന്ന് പറയുന്ന ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡാണ് ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മൾ കടമെടുത്തിരിക്കുന്ന ആ 100 രൂപ എന്ന് പറയുന്ന ഡെറ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിലെ ROCEയിൽ നമ്മൾ CE മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് റിട്ടേൺ ഓൺ എന്ന് പറയുന്ന RO? ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലായിട്ടുള്ള 200 രൂപയ്ക്ക്
കമ്പനി എത്രമാത്രം കാര്യക്ഷമമായി വർക്ക് ചെയ്തുകൊണ്ട് എത്രമാത്രം തുക നമുക്ക് തിരികെ സമ്പാദിച്ച് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്ന ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പൊതുവെ ഈ രണ്ട് റേഷ്യോസും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും തന്നെ പെർസെൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഓരോ 100 രൂപയ്ക്കും എത്ര രൂപ കമ്പനി നമുക്ക് ഏൺ ചെയ്തു തരുന്നു അല്ലെങ്കിൽ സമ്പാദിച്ച് തരുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ ഈ രണ്ട് റേഷ്യോയിലും കൂടെ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് 200 രൂപയാണ്. ആ കമ്പനി പ്രതിവർഷം 100 രൂപയാണ് സമ്പാദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 50% ആണ്. അതല്ല, കമ്പനി 200 രൂപയാണ് പ്രോഫിറ്റായിട്ട് പ്രതിവർഷം സമ്പാദിക്കുന്നതെങ്കിൽ ഇവിടെ അതിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 100%. നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി ആ 100 രൂപ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 100 രൂപ തിരികെ സമ്പാദിച്ച് തരുന്നു. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ മുൻപ് പറഞ്ഞു, നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്ന 100 രൂപയും അതിന് പുറമെ കടമായി എടുത്ത 100 രൂപയും ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ രണ്ടും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിത്തീരുന്നത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് കമ്പനി എത്രമാത്രം സമ്പാദിച്ച് എനിക്ക് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരുന്ന കടം ഉണ്ടാകാറില്ല. നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് കമ്പനി എത്രമാത്രം റിട്ടേൺ തിരിച്ചു തരുന്നു എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. 100 രൂപ ഞാൻ എൻ്റെ കൈവശം ഉള്ളത് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം കടമായി ഞാൻ മറ്റൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 100 രൂപയാണ് നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് കമ്പനി എത്രത്തോളം രൂപ തിരിച്ചു തരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കമ്പനി പ്രതിവർഷം 100 രൂപയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കേസിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 100%. അതല്ല, കമ്പനി 200 രൂപയാണ് പ്രതിവർഷം ഏൺ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു കേസിൽ 200%ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ROCEയും ROEയും എന്താണെന്നുള്ളത് ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ രണ്ട് റേഷ്യോസും നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു കമ്പനി ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് മേക്കിങ്ങിനെ പറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസിനെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ രണ്ട് റേഷ്യോസാണ് നോക്കുന്നത്, ROCEയും ROEയും. അപ്പോൾ ആ കമ്പനിക്ക് നല്ലൊരു തുക കടമുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന റേഷ്യോ മാത്രം നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ROCE എന്ന് പറയുന്ന റേഷ്യോ ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഡെപ്റ്റും കൂടി ചേർന്നുള്ള ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന് മേൽ കമ്പനി എത്ര രൂപയാണ് നമുക്ക് സമ്പാദിച്ചു തരുന്നതെന്നുള്ള കൃത്യമായ ഐഡിയ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ഓൺ എക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും പരിഗണിക്കുന്ന സമയത്ത് മിനിമം കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ ഓൺ എക്വിറ്റി ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ആവറേജ് എടുക്കുന്ന സമയത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മിനിമം ഒരു 15% ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മിനിമം 5 വർഷത്തെ ആവറേജ് എടുക്കുന്ന സമയത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മിനിമം 15%ഉള്ള കമ്പനികളെ പരിഗണിക്കുന്നതായിരിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അധികം പ്രയോജനകരമാകുന്നത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് അത്രത്തോളം തന്നെ അവർ റിട്ടേൺ നമുക്ക് സമ്പാദിച്ച് തരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് ഈ ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റേഷ്യോ എത്ര കൂടി നിന്നാലും അത്രയും തന്നെ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. കമ്പനിയുടെ പെർഫോമൻസും അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് കമ്പനികളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെയൊക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ അഥവാ HUL എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 86.11%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അറ്റ് പ്രസൻറ്റ് 117, അതായത് 117.25%. അതായത് 100 രൂപയ്ക്ക് ഈ കമ്പനി ഏകദേശം 117 രൂപ നമുക്ക് തിരിച്ച് സമ്പാദിച്ച് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് നമുക്ക് നെസ്ലെയാണ്. നെസ്ലെ എന്ന് പറയുന്നത്
0.27% റിട്ടേൺ ഓൺ equity. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 98.16% ആണ്. ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ ഓൺ equity ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഇതിൻ്റെതും. അപ്പോൾ അടുത്ത കമ്പനി എന്ന് പറയുന്നത് TCS ആണ്. 43.73% റിട്ടേൺ ഓൺ equity, 56.18% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡുമാണ്. ബ്രിട്ടാനിയ 35.94% റിട്ടേൺ ഓൺ equity, അതോടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 41.47%. ഏഷ്യർ മോട്ടോഴ്സ് ഇപ്പോൾ റീസെൻ്റ്ലി സ്പ്ലിറ്റായി. 21,000 ഇതിൻ്റെ ഷെയർ പ്രൈസ്. അത് ഇപ്പോൾ സ്പ്ലിറ്റായിട്ട് 2,100 ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെത് 24.93% ആണ് ROE എന്ന് പറയുന്നത്. ROCE 31.54% ആണ്. ഈ കമ്പനികളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ മികച്ച ROE ആൻഡ് ROCE മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന വളരെ സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള കമ്പനികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ROE ആൻഡ് ROCE എത്തരത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.